പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ എടുത്താൽ ഇടതുപക്ഷത്തിനെതിരായി വർഗീയതയ്ക്കെതിരായ വലിയ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചരിത്രത്തെയും ഒക്കെ നിഷേധിക്കും വിധത്തിലേക്ക് ഒരു വലിയ പ്രചാരണം നടന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു അളവ് ഏതാണ്ട് കുറഞ്ഞ പോലെയുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറെ കൂടി ഫലപ്രദമായി CPM-നടക്കം LDF-ന് നേരിടാനും കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ നടത്തിക്കൊണ്ടിരുന്നൊരു പ്രചാരണമുണ്ടല്ലോ, അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? യഥാർത്ഥത്തിൽ അതല്ല മൗലികമായ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നത് വികസനം ചർച്ച ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസനം ചർച്ചയിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. അങ്ങനെ ഒരു ചർച്ച വന്നാൽ എന്താവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം പ്രതികൂട്ടിലാവും, അവർ വെല്ലുവിളിക്കപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള കള്ള പ്രചാരവേലയാണ് പുതിയ രീതിയിൽ ഓരോ ദിവസവും വാർത്തയാക്കിയിട്ട് വിവാദമാക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ വിവാദത്തിനൊന്നും ആയുസില്ല. ഈ മതന്യൂനപക്ഷങ്ങളെ CPM-ൽ നിന്ന് കൂടുതലായി അകറ്റുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായിരിക്കില്ലേ? അല്ല, അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് വാചകം കൊണ്ട് മാത്രം ഇടതുപക്ഷത്തോടുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവും, ശരിയാണ്. പക്ഷേ അനുഭവം ഉണ്ടല്ലോ. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ അനുഭവം എന്താ? വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്ന ഏറ്റവും ഫലപ്രദമായ രാഷ്ട്രീയ നേതൃത്വമായിട്ട് കേരളത്തിൽ CPM അല്ലേ? ഇപ്പോഴല്ലോ, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ്. ഇവിടെ വർഗീയത എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തിയായിട്ട് രൂപപ്പെട്ട് വന്നത് RSSഉം BJPയും, അല്ലെങ്കിൽ BJPക്ക് മുമ്പ് തന്നെ ജനസംഘം ഉൾപ്പെടെയുള്ള വിഭാഗം RSS ആണ്, അല്ലെങ്കിൽ അതിന് അങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ സംഘപരിവാർ വിഭാഗങ്ങളാണ്. ഇതിനോട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവർത്തിച്ചു വന്നത്. പാർട്ടിയുടെ നൂറുകണക്കിന് കേഡർമാരെയാണ് അവർ കൊന്നത്. ആ കൊന്നത് രാഷ്ട്രീയ പക മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ള അറിയാൻ പോലും അറിയില്ല, വ്യക്തിപരമായിട്ട് അറിയില്ല, മുഖപരിചയം പോലും ഇല്ല. അങ്ങനെയുള്ള ആളുകളെ വീടിക്കമ്പനിലേക്ക് കൊണ്ടുപോയിട്ട് ബോംബെറിഞ്ഞ് കൊല്ലുകയല്ലേ ചെയ്തത്, ഒരു ദിവസം തീരുമാനിച്ചിട്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പകയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതവർ ബോധപൂർവ്വം ഒരു ഭീകരത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയുള്ള ശ്രമമാണ്. അവരെ വിചാരം CPM-നെ തകർക്കാൻ CPM-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കൊന്നാൽ, അതും ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ അതോടുകൂടി CPM ഇല്ലാതാവുമെന്നായിരുന്നു അവരുടെ ധാരണ. അത് പിന്നീട് അവർക്ക് മനസ്സിലായി, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ ആ നിലപാട് മാറ്റിയത്. പക്ഷേ ഒരഭിമുഖത്തിൽ മാഷ് 77-ലെ സാഹചര്യത്തെ വിശദീകരിച്ചപ്പോൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് RSSുമായി CPM സഹകരിച്ചു എന്ന തരത്തിലേക്ക് ഒരു പ്രചാരണം നടത്താൻ പലപ്പോഴും ശ്രമിച്ചതൊരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അടിയന്തരാവസ്ഥക്ക് എതിരായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ആ ജനതാ പാർട്ടിക്കകത്ത് വിവിധ വിഭാഗങ്ങൾ ഉള്ളപ്പോൾ എല്ലാ വിഭാഗങ്ങളുമായിട്ടും ചേർന്നുകൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധിയെ അന്ന് പറഞ്ഞത് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമാണ്. അത് EMS ആണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഇന്ത്യ ഏറ്റെടുത്തത്. ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ റൂളിംഗ് പാർട്ടിയായിരുന്ന കോൺഗ്രസിനെ, ഭരണവർഗത്തിൻ്റെ അതായത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിനെ മാറ്റി റൂളിംഗ് പാർട്ടി അല്ലാതെ ഭരണവർഗത്തിൻ്റെ മറ്റൊരു മുഖം, ജനാധിപത്യപരമായൊരു മുഖം മുന്നോട്ടേക്ക് വെക്കാൻ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചു. അതിന് ഞങ്ങൾ പൂർണ്ണമായിട്ടും അടിയന്തരാവസ്ഥക്കെതിരായിട്ടും ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാര വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോയതാണ്. ആ മുന്നോട്ടേക്ക് പോകുമ്പോഴും ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സഖ്യം RSSുമായി അല്ലെങ്കിൽ വർഗീയവാദികളുമായി CPM ഉണ്ടാക്കിയിട്ടേയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഇവരെല്ലാം കൂടി ചേർന്ന വിഭാഗങ്ങളെല്ലാം ഉൾച്ചേർന്നിട്ടുള്ളതായിരുന്നു ജനതാ പാർട്ടി എന്നുള്ളത് സത്യമാണ്. അതാണ് കാര്യം.